അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം എഡ്രിയാൻ ലൂണ എന്ന കേരളത്തിൻ്റെ സ്വന്തം മാന്ത്രികന് പകരക്കാരനെ തേടുകയാണ്. പല ദിവസങ്ങളെ പലതരം റൂമറുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച ആ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റിനെ കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം അൽവാരോ വാസ്കസിൽ തുടങ്ങി പിന്നീട് FC ഗോവയുടെ താരമാണ് ഐക്കർ ഗോവർച്ചനിൽ വരെ എത്തി നിൽക്കുകയായിരുന്നു. റൂമറിലേക്ക് ഇനി ഒരു താരം കൂടി ചേർന്ന് വന്നിരിക്കുകയാണ്. സ്പാനിഷ് താരമായിട്ടുള്ള ജോൺ ടോർല എന്ന യുവതാരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ കൊണ്ടുവരുന്നു എന്നാണ് നിലവിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം. നിലവിൽ ജോൺ ടോർലയ്ക്ക് വേണ്ടി ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് താരവുമായി ചർച്ചകൾ നടത്തുന്നതാണ് ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ താരത്തിൻ്റെ നോക്കുകയാണെങ്കിൽ അണ്ടർ-23 ആഴ്സണലിൻ്റെ ഇംഗ്ലീഷ് വമ്പന്മാരായ ആഴ്സണലിൻ്റെ അണ്ടർ-23 ടീമിലെ ഭാഗമായിരുന്നു ജോൺ ടോർല എന്ന യുവതാരം. നിലവിൽ അദ്ദേഹം OFA ക്രിയേറ്റ എന്ന ഗ്രീക്ക് ലീഗിലെ OFA ക്രിയേറ്റ എന്ന ക്ലബിൽ നിന്നും കോൺട്രാക്റ്റ് എൻഡായി നിൽക്കുന്ന ഒരു ഫ്രീ ഏജൻ്റായിട്ടുള്ള പ്ലെയറാണ്. റേഞ്ചേഴ്സിനും ബെൻഫോർഡിനും ബാഴ്സ അണ്ടർ-19 ബെർമിംഗ്ഹാം ടീമുകൾക്ക് വേണ്ടി അദ്ദേഹം ബൂട്ട് കെട്ടിയിട്ടുണ്ട്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് ജോൺ ടോർല എന്ന യുവതാരം. സ്പാനിഷ് പ്ലെയറാണ്. അതോടൊപ്പം തന്നെ ഗ്രീക്ക് ലീഗിലാണ് അദ്ദേഹം കൂടുതലും ക്ലബുകൾക്ക് വേണ്ടിയും അദ്ദേഹം ബൂട്ട് അണിഞ്ഞിട്ടുള്ളത്. സോ അദ്ദേഹത്തിന് വേണ്ടിയാണ് നിലവിൽ അദ്ദേഹത്തെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എഡ്രിയാൻ ലൂണയുടെ പകരക്കാരൻ എന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. താരത്തിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ സമീപിച്ചിരുന്നു എന്നാണ് വന്ന റിപ്പോർട്ട്. അതിന് പുറമെ അതേ താരത്തിനെ തേടി സ്പാനിഷ് വമ്പന്മാരായ ഒരു ക്ലബ്ബ് ഒരു വമ്പൻ തുകയ്ക്ക് ഓഫർ നൽകിയതായും അതോടൊപ്പം തന്നെ അദ്ദേഹം ആ ഒരു ഓഫർ സ്വീകരിച്ചതായും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഓഫർ നിരസിച്ചതായുമാണ് ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന റിപ്പോർട്ടുകൾ. 6 കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലെയറാണ് ജോൺ ടോർല. ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റ് തന്നെയായിരിക്കും എഡ്രിയാൻ ലൂണയ്ക്ക്. പക്ഷെ എന്നിരുന്നാലും താരം ആ ഒരു ഓഫർ സ്വീകരിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ റിജക്റ്റ് ചെയ്തുകൊണ്ട് സ്പാനിഷ് ലീഗിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സോ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ഒന്ന് കൊതിപ്പിച്ചുകൊണ്ട് വീണ്ടും അതൊന്നും ഇല്ലാതായിരിക്കുകയാണ്. എന്നാലും കാത്തിരിക്കാം എഡ്രിയാൻ ലൂണ എന്ന വൻമരത്തിൻ്റെ പകരം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കൂടുതൽ കരുത്തനായ ഒരു പ്ലെയറെ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.